ഉണ്ടാക്കുന്ന ചട്ടനാട് ചിക്കൻ, സ്പൈസി ചിക്കൻ. ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായി കഴിഞ്ഞു, അതിലേക്ക് തേൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ. തേൽ ചൂടായി വരുമ്പോൾ തക്കോലം, ഗ്രാമ്പ്, ഏലക്ക ഇതിലേക്ക് ഇടുക. ജീരകം ഇടുക. വെളുത്തുള്ളി. ഇത് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ കരിപ്പത്ത ഇട്ടുക, കരിയാപ്പില ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. സവോള നല്ലവണ്ണം വാടി വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. സവോള വേകാൻ വേണ്ടി വെക്കുക. ഉള്ളി വാടി വരുമ്പോൾ കത്തിക്കുക. പാൻ കത്തിക്കാനോ? സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വരുമ്പോൾ നമുക്കതിനുള്ള മസാല റെഡിയാക്കാം. ജീരകം, മുളക് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് മഞ്ഞപ്പൊടി, രസപ്പൊടി, സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ. മസാല നല്ലവണ്ണം മുരിയണം. മസാലയുടെ പച്ച സ്മെല്ല് പോകാൻ വേണ്ടി നല്ലവണ്ണം വറുത്ത് അതിന് മുരിക്കാൻ നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട്. മിക്സിയിലേക്ക് ഇടുക. തേങ്ങാപ്പീരിട്ട് കൊടുക്കുക. നല്ലവണ്ണം വറുത്തെടുക്കുക. ബ്രൗൺ കളർ നിലമ്പരം നല്ലവണ്ണം വരട്ടിയെടുക്കുക. മസാല നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കും. നല്ലവണ്ണം പൊരിഞ്ഞ് വരുന്നുണ്ട്. 10 മിനിറ്റ് അടച്ചു വെക്കുക. ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മസാല വെന്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുക. ചെയ്ത് വെച്ചിരിക്കുക ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മണിക്കൂർ അടച്ചു വെക്കുക. നമ്മുടെ ചിക്കൻ പകുതി വേണം. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി വെക്കുക. നല്ലവണ്ണം ഇളക്കിയ ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് മസാല വയ്ക്കും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. നേരത്തെ ഇതൊരു ബോളിലേക്ക് ആകുക. സെർവ് ചെയ്യണേ.